ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. ഒടുവിൽ രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന അഭിനന്ദൻ വർത്തമാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുവന്നു. വൻ ആഘോഷങ്ങളോടെയാണ് അഭിനന്ദനെ വരവേറ്റത്. പല സംസ്ഥാനത്തു നിന്നും അഭിനന്ദനെ വരവേൽക്കാനും ഒന്ന് കാണാനും വേണ്ടി മാത്രം ആളുകൾ തിങ്ങി നിറഞ്ഞു. പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആളുകൾ ആഘോഷമാക്കി അഭിനന്ദന്റെ വരവ്. ഇപ്പോഴിതാ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന് കാലിൽ വെടിയേറ്റിരുന്നതായി പാക് ദിനപത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. രഹസ്യരേഖകൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കുട്ടി അഭിനന്ദന്റെ കാലിലേക്ക് വെടിയുതിർത്തതായി സാമൂഹ്യ പ്രവർത്തകനായ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാരച്യൂട്ട് വഴി നിലത്തിറങ്ങിയ അഭിനന്ദനെ 2 കുട്ടികളാണ് കണ്ടത്. ഇന്ത്യയാണോ അതോ പാകിസ്ഥാനാണോ ഈ പ്രദേശം എന്ന് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു. ഇന്ത്യയാണെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. പക്ഷേ സംശയം തോന്നിയ അഭിനന്ദൻ 1/2 കിലോമീറ്ററോളം ഓടി. കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിനായി ആകാശത്തേക്ക് പലതവണ വെടിയുതിർക്കുകയും ചെയ്തെന്നും ചൌധരി പറയുന്നു. കുട്ടികൾ പിന്തിരിയാതിരുന്നതിനെ തുടർന്ന് സമീപത്തെ കുളത്തിലേക്ക് ചാടിയ അഭിനന്ദൻ രഹസ്യരേഖകൾ വിഴുങ്ങുകയും ബാക്കിയുള്ളവ വെള്ളത്തിലരിയിച്ചു കളയുകയും ചെയ്തു. തോക്കുപേക്ഷിക്കാൻ കുട്ടികൾ ആവശ്യപ്പെടുന്നതിനിടയിൽ ഒരു കുട്ടി അഭിനന്ദന്റെ കാലിലേക്ക് വെടിവെക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അഭിനന്ദനെ ഉപദ്രവിച്ചത്. ഉടൻ തന്നെ സൈനിക വാഹനങ്ങളെത്തി അഭിനന്ദനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും ചൌധരി വെളിപ്പെടുത്തി. ശരീരമാസകലം മുറിവേറ്റ അഭിനന്ദന്റെ വീഡിയോ പുറത്തുവിട്ടത് വഴി ഹീനമായ കുറ്റമാണ് പാകിസ്ഥാൻ ചെയ്തതെന്നും ജനീവ കൺവെൻഷന്റെ കരാർ ലംഘിച്ചുവെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. എന്തായാലും അഭിനന്ദൻ വർത്തമാനെ സ്വീകരിക്കാൻ മാതാപിതാക്കളും മറ്റും നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടി. അഭിനന്ദൻ വർത്തമാനൻ നാട്ടിലേക്ക് തിരിച്ചു വന്നതിൽ രാജ്യമൊട്ടാകെ സന്തോഷത്തിലാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.